ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അഫ്ഗാനി ചിക്കൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഹോൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് അഫ്ഗാനി ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം ഇതിന് വേണ്ട ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കാഷ്യൂസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ബദാമും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്. കൂടെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ഗ്ലാസ് തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കാഷ്യൂസ് ബദാം ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 സവാള മിക്സിയുടെ ജാറിലിട്ട് ശരിക്കും ഒന്ന് അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1 സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൊരിവായി വന്നിട്ടുണ്ട്. നമുക്കതിന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് വരണ്ട. ചിക്കൻ ഒന്ന് ഒരു പകുതി വേവായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൽ മൊരിയാത്ത ഭാഗങ്ങളൊക്കെ വേവാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അടുത്ത ബാച്ചും കൂടി നമുക്കിതിലേക്കിട്ട് നമ്മളിത് ചെയ്ത പോലെ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് മൊരിച്ചെടുക്കാം.
നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ പുരട്ടി വെച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ബാക്കിയുള്ള ഗ്രേവി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കരയാമ്പൂവും അതുപോലെ ഒരു 5-6 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കും അതിലത്തെ ആ വെള്ളമൊക്കെ ശരിക്കും പറ്റുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സൈഡിലൊക്കെ ആ ഓയിൽ തെളിഞ്ഞു വരുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. സൈഡിലൊക്കെ ഓയിൽ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ഗ്രേവി ഒന്ന് ലെവലിലാവണ രീതിയിലാക്കി കൊടുത്തിട്ട് 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് പകർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ കറി പെട്ടെന്ന് തന്നെ നമുക്കിവിടെ റെഡിയായി കിട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.